ഹലോ ഗൈസ്, എൻ്റെ സൈക്കിള് കേടായിപ്പോയി. എൻ്റെ സൈക്കിള് കേടായിട്ട് ഞാൻ വെറുപ്പിച്ചിട്ട് അച്ഛൻ അവിടെ നന്നാക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഹലോ അച്ഛ, എന്താ ചെയ്യുന്നത്? നിങ്ങൾക്കല്ലേ ഒക്കെ നന്നാക്കാൻ അറിയുന്നത്. അതുകൊണ്ട് ഞാൻ ഫ്രണ്ട്സിനോട് എല്ലാവരോടും പറഞ്ഞിരിക്കണ്. എന്റെ അച്ഛന് നന്നാക്കാൻ അറിയാം. ഫോൺ നമ്പർ ഞാൻ പറഞ്ഞ നീ ഇല്ലാന്ന്. ഫോൺ നമ്പറൊക്കെ പറഞ്ഞെടുത്തിക്കണ്. ഞാൻ പറഞ്ഞു കൊടുത്ത്. ഞാനൊരു കുറച്ചവൻ 80121 നിങ്ങളെ ഫോൺ നമ്പർ. എനിക്കറിയാം. ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിക്കണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ വന്നാ മതി പറഞ്ഞിക്ക. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലോ വിളിച്ചാ മതി പറഞ്ഞിക്ക. പ്രശ്നം പോലീസ് സ്റ്റേഷനിലൊക്കെ പോകണ്ട, എന്റെ അടുത്തേക്കല്ല. അല്ല, ഒക്കെ നിങ്ങളാണല്ലോ ശരിയാക്കി കൊടുക്കല്. അതുകൊണ്ട് പറഞ്ഞ സൈക്കിൾ നന്നാക്കലല്ലോ പണി. സൈക്കിൾ നന്നാക്കലല്ല, എന്നാലും ഇതൊക്കെ നന്നാക്കാൻ അറിയാലോ. മോട്ടർ നന്നാക്കാൻ അറിയാ, എഞ്ചിനീയർ വീട് നന്നാക്കാൻ അറിയാ, ഒക്കെ അറിയാലോ. അതുകൊണ്ട് ഞാൻ നിങ്ങള് ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്തേക്കണ്. നിങ്ങളും നിങ്ങളെ ജിഷ്ണേട്ടനും കൂട്ടി ചില ഫ്രണ്ട്സൊക്കെ വിളിക്കും. അപ്പം നിങ്ങൾ അങ്ങോട്ട് പോയിക്കോണ്ടി. ഇല്ല, പൈസക്കാരെ വീടേക്കും. നിങ്ങളെ വെറുതെ വെറുപ്പിക്കേ. നിങ്ങളെ വെറുപ്പിക്കുന്ന നല്ല രക്ഷ. ഞാൻ പണി കഴിഞ്ഞപ്പോ വന്നിട്ടല്ലോ. അത് വീഡിയോ എടുക്കണ്ട. അത് എടുക്കണ്ട്. അതാണ് ഞാൻ പറഞ്ഞ. സൈക്കിളില് തേഞ്ഞു പോയതാ. അതാണ് ചെയിൻ അയച്ചത്. കണ്ടോ, ഇത് തേഞ്ഞു പോയി. ഇവിടെ കണ്ടല്ലേ, ഇത് തേഞ്ഞു പോയിട്ടാ ചെയിൻ ഇങ്ങനെ അയഞ്ഞു കളിക്കും. ഇപ്പൊ നമ്മള് പുതിയത് വാങ്ങിപ്പോ. അതും തേഞ്ഞോ ആയിക്ക് നന്നാക്കി തരണേ. അത് ഇനി പെട്ടെന്നൊന്നും തെയ്യൊന്നുമില്ല. അതെന്താ എന്റെ ആശേരിയാണ് ഗായ്സ്, ഇതിന്റെ ആശേരിയാണ്. എന്ത് പറഞ്ഞാലും ചെയ്തുതരും. ഒക്കെ ചെയ്തു തരുന്ന നല്ല മനുഷ്യനാ. അടിക്കൂല്ല. ചില സമയത്ത് ദേഷ്യം പിടിക്കുമ്പോൾ ഇരുന്ന് അടിക്കൂ. അത് വേറെ കാര്യം. അല്ലാതെ ഒരു പ്രശ്നവും ഇല്ല. അല്ലാതെ എന്ത് പറഞ്ഞാലും നന്നാക്കി തരും കേട്ടോ. എന്റെ സോപ്പ് ഇവിടെ വേണ്ട. അച്ഛൻ വർഷാപ്പ് വരെ ദേഷ്യം പിടിച്ചു പൊട്ടിച്ചാനി.